അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ പുതിയ അവതാരങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴേ അതിങ്ങനെ കാണുമ്പോൾ ഉടച്ച റബ്ബെ ഇനി എന്തൊക്കെ കാണാൻ കിടക്കണെന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഇന്നലെ കാട്ടിയ മറ്റേ ഷെയ്ഖ് ഉണ്ടല്ലോ, ഏത് ഷെയ്ഖ്? ഞാൻ തന്നെയാണ് അള്ളാ എന്ന് പറഞ്ഞത്. മറ്റൊരു കോമാട്ടുചാലിൽ അബ്ദുള്ളയും കുഞ്ഞേമവും നൗഷാദും അള്ളാ മടവൂരിനെ പഠിച്ചവനാക്കുകയായിരുന്നു. ഇതങ്ങനല്ല, ഇത് നേർക്ക് നേരെ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യണത്. പിന്നെ മഴ പെയ്യിപ്പിക്കണതും ഇടിവെട്ടിപ്പിക്കണതും ഒക്കെ ഞാൻ തന്നെയാണ്, ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മുഹമ്മദ് നബി കഴിഞ്ഞു പോയപ്പോൾ അതിൻ്റെ പിൻതലമുറക്കാരനായിട്ട് ഞാനാണ് അത് ഏറ്റിട്ടുള്ളത്. ഗ്രന്ഥം ഇവിടെ ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാനാണ് എന്ന് പറഞ്ഞ അയാൾ വന്നു. ഇപ്പം ഇന്ന് അയാൾ വേറൊരു വിവരം പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ടു നോക്കി നമുക്ക്. ഒരു പ്രാവശ്യം അജുൽ മുത്താൻ കഴിഞ്ഞു. ഇയാൾക്ക് ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞു എന്നാ പറയണത്. ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞു. അങ്ങനെ ഹജറുൽ അസ്വദ് മുത്തിയപ്പോൾ അയാൾക്ക് എന്താ ഉണ്ടായത്? ഹജറുൽ അസ്വദ് മുത്തിയിട്ട് എന്താ കണ്ടത്? അത് അയാൾ പറയുന്നുണ്ട്. ഞാൻ അജുൽ മുത്തിക്കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇബ്രാഹിം നബിന്റെ മുഖമാണ് എനിക്ക് കിട്ടിയത്. ഹജറുൽ അസ്വദ് ഇങ്ങോട്ട് മുത്തിയ ഉടനെ മൂപ്പർക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഖ കിട്ടിയത്. ഇബ്രാഹിം നബിൻ്റെ മുഖ കിട്ടിയത്. ഇത് ഇയാൾ ഒരാളോട് ഹിക്കായത്ത് ചെയ്യാൻ കേട്ടോ, ഒരാളോട് ഇങ്ങനെ പറയുകയാണ് ഇയാൾ ഈ സംഭവം. എന്നിട്ട് ആ സാധുവിനെ മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടണമെന്ന് നോക്കുക. എന്തായാലും ആ പേരും പറഞ്ഞിട്ട് മൂപ്പര് എന്തോ ഒപ്പിക്കാൻ നോക്കുന്നുണ്ട്. നടക്കട്ടെ കേട്ടിട്ട് മക്കളങ്ങളൊക്കെ. ഇത് എനിക്ക് തോന്നുന്നത് നടക്കൊന്നും പോവില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ട്രെൻഡ് മൂപ്പരാവാൻ സാധ്യത ഉണ്ട്. എന്തായാലും ഇബ്രാഹിം നബി മൂപ്പര് വീട്ടിലേക്ക് വന്നെന്ന് പറയാൻ ഭാഗ്യം. അമ്മായി തള്ളലല്ല. അത് നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇബ്രാഹിം നബി എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു, എന്നെ തെരഞ്ഞിട്ട് കഞ്ഞി ഒടിഞ്ഞിരുന്നു എന്ന് പറയാത്തത് വലിയ ഭാഗ്യമായി പോയി. ഇബ്രാഹിം നബി എന്നെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല, അതന്നെ വലിയ ഭാഗ്യം. എന്നിട്ട് ഇപ്പം ഇബ്രാഹിം നബിനെ കണ്ടിട്ട് ഹജറുൽ അസ്വദ് മുത്തിയപ്പോൾ ഇബ്രാഹിം നബിനെ കണ്ടു, മുഖം ഇബ്രാഹിം നബിനെ കണ്ടു. അപ്പോൾ അവിടെ വന്നുകൊണ്ട് പറയുന്ന ഒരാളെ മൂപ്പര് വിളിച്ചിട്ട് ഓനെ നല്ലോണം അങ്ങോട്ട് മുതലാക്കി മുത്തിയാണ്ട്. മൂപ്പരെ നല്ലോണം മുത്തിയാണ് മുതലാക്കി. ആ സാധുന്നാ പിന്നെ ഇത് ഹജറുൽ അസ്വദ് മുത്തണ മാതിരിയാണല്ലോ മുത്തണെന്ന് വിചാരിച്ചാണ്ട് നല്ലോണം നിന്നും കൊടുത്തു. ഇങ്ങോട്ട് വാന്നുണ്ടെങ്കിൽ മുത്തല്ലേ. അതിൻ്റെ അപ്പുറത്ത് മൂപ്പര ഭാര്യയും തോന്നുന്നു നിൽക്കണത്. ഭാര്യനെ പിടിച്ച് മുത്താത്ത വലിയ ഭാഗ്യം. ഷെയ്ഖന്മാർക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ലേ. ഷെയ്ഖന്മാർക്ക് അതൊന്നും പ്രശ്നമല്ല. ഷെയ്ഖ് ചിലപ്പോൾ ആ പെണ്ണിനെയും പിടിച്ച് മുത്തും. കാരണം എന്താ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അത് എനിക്ക് പെണ്ണായിട്ടല്ല തോന്നിയത്, ഇബ്രാഹിം നബി ആയിട്ടാണ് തോന്നിയെന്ന് പറയും. ചിലപ്പോൾ ഇസ്മായിൽ നബി ആയിട്ടാണ് തോന്നി, അങ്ങനെ പറയും. കാരണം നൗഷാദ തന്നെയേ പറഞ്ഞത്. നമ്മളെ ഗുരുവട്ടൂര് നൗഷാദ അതാണല്ലോ പറഞ്ഞത്. ഓൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പെണ്ണ് ചെന്ന് കഴിഞ്ഞാൽ പെണ്ണായിട്ടല്ല ഉണ്ടാകുക, അത് ആണായിട്ടേക്കാരുണ്ടാകുക. അങ്ങനെയൊക്കെയാണല്ലോ അവൻ പറഞ്ഞത്. കാരണം ആർക്കും കയറി ചെന്ന് കാണ്ട് എന്തും പറയുമ്പോൾ എന്ത് കാട്ടുകയാണെങ്കിലും അത് പെണ്ണായിട്ട് അവർക്ക് തോന്നൂല എന്നുള്ളതാണ്. അതല്ലേ രസം. നൗഷാദെ, ഇനിയിപ്പോൾ ഇതൊരു പുതിയൊരു അവതാരമാണ്. ഇനി ഇതിലും വേറൊരു അവതാരം കൂടിയും കണ്ടുപ്പന്ന് റബ്ബേ, അതൊന്നും നോക്കാൻ നിങ്ങൾ ചാടിയിട്ട് ഇങ്ങനെ മാറിയുന്നുണ്ട്. ഇതൊക്കെ പുതിയതാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഏതെല്ലാം രൂപത്തിൽ ചൂഷണം ചെയ്യാൻ പറ്റുമോ ആ രൂപങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ്. പല ആളുകളും അത്യാവശ്യം നീളമുള്ള താടിയൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് അത്യാവശ്യം ഏറ്റവും വലിയ ഷാള് അഥവാ ഏറ്റവും നല്ല റോഡ് സൈഡിലൊക്കെ ഉണ്ടാണ് ആ വലിയ കമ്പിളിയൊക്കെ ഇട്ടുകാണ്ട് പിന്നെ ഇങ്ങോട്ട് ചാടിയിട്ട് നല്ല ശബ്ദവും നല്ല കുറച്ച് ഈണത്തിൽ പാട്ട് പാടാനും, അത് ഏത് രൂപത്തിലാണ്, ഹിന്ദിയിലായാലും പാടില്ല, ഇംഗ്ലീഷിലായാലും പാടില്ല, മലയാളത്തിലായാലും പാടില്ല, തമിഴിലായാലും പാടില്ല, ഇനി അറബിയിലാണെങ്കിലും തിരക്കടില്ല. ഏതെങ്കിലും രൂപത്തിൽ കുറച്ച് ഭാഷയിൽ പാട്ടും അല്ലെങ്കിൽ അറബിയിൽ കുറച്ച് ബെയ്ത്തും ഒക്കെയാണ് പറഞ്ഞുകാണ്ട് ഇങ്ങോട്ട് ചാടിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഷെയ്ഖായി. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിലൊന്നും നിങ്ങൾ പോയിട്ട് പെടല്ലേ. ദയവ് വിചാരിച്ച് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ആൾക്കാരെ പിന്നിൽ നിങ്ങൾ പെടല്ലേ. ആരും
അവനവൻ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഷർറൻ യറ. ഖൈർ ചെയ്താൽ അതും കാണും, ഷെർ ചെയ്താൽ അതും കാണും. നമ്മൾ ഖൈറും ഷെറും നമ്മളെ നാട്ടിൽ ഒരു മഹല്ലുണ്ടാവും, നമ്മളെ നാട്ടിൽ പള്ളിയിലൊരു ഉസ്താദ് ഉണ്ടാവും, നമ്മളെ നാട്ടിലൊരു സ്വലാത്തുണ്ടാവും, അതല്ലെങ്കിൽ അവിടെ ഒരു മജ്ലിസുന്നൂർ ഉണ്ടാവും, അതല്ലെങ്കിൽ മഹ്ലറത്തുൽ ബദരിയ ഉണ്ടാവും. അങ്ങനത്തെ കാര്യത്തിൽ ഇങ്ങനെ കൂടിയിട്ട് നിങ്ങൾ പോയി നാട്ടിലെ പള്ളിയിൽ അല്ലെങ്കിൽ നാട്ടിലെ പള്ളിയിൽ സ്വലാത്ത് ഉണ്ടാവും, ആ സ്വലാത്തിനോടൊപ്പം കൂടി നിങ്ങൾ. അതല്ലെങ്കിൽ നാട്ടിൽ സ്വലാത്ത് അല്ലെങ്കിൽ മജ്ലിസുന്നൂർ ഉണ്ടാവും, ആ മജ്ലിസുന്നൂറിനോടൊപ്പം കൂടിങ്ങൾ. അതല്ലെങ്കിൽ മഹ്ലറത്തുൽ ബദരിയ നടക്കുന്നുണ്ടാവും, അതിനോടൊപ്പം കൂടിങ്ങൾ. അതല്ലാതെ ഇതുപോലത്തെ എവിടെയെങ്കിലും ചാടുന്നുണ്ട് എന്നും പറഞ്ഞ് അങ്ങോട്ട് മണ്ടിച്ചെന്നുകാണ്ട് പ്ലീസ് കൂടല്ലേ. കാരണം ഇതൊക്കെ ജനങ്ങളെ അവസാനം വഴി തെറ്റിക്കുകയാണ്. ഇനി നോക്കി നിങ്ങൾ നൗഷാദിൻ്റെ കോലം, നൗഷാദിൻ്റെ ടീമിൻ്റെ അതൊന്ന് കണ്ടോക്കി നിങ്ങൾ. മുഖവും നിങ്ങൾ ഏതാ ജാതിയെന്നും നമ്മൾ വയലൊന്നും പറയേണ്ടി വരൂല, ഐശ്വര്യ വിശദീകരിക്കേണ്ടി ഒന്നും വരൂല, നാട്ടുകാർക്ക് മനസ്സിലാവൂത്. പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ. കറക്റ്റാടാ കോമാടാജി പറഞ്ഞ്. അൻ്റെ കോളാമ്പി വിശദീകരിക്കൊന്നും വന്നില്ല. സമൂഹത്തിന് പച്ചക്ക് തിരിയല്ലേ ജേത ജാതി എന്ന് ബട്ടുക്കൂസേ. എടാ കോമാടനാവൂതാ ബട്ടുക്കൂസ്, ഇവിടെ വാ. ജേത ജാതിന്ന് എൻ്റെ കോളാമ്പികളൊന്നും വിശദീകരിക്കേണ്ടി വരൂല. പച്ചക്ക് സമൂഹത്തിന് തിരിയല്ലേ ജേത ജാതിന്ന് ബട്ടുക്കൂസേ. ഇതാണ് കോമാടന് അബ്ദുള്ള എന്ന് പറഞ്ഞ ആള്. ഈ ചങ്ങായി നാട്ടിൽ വന്ന തലീക്കെട്ടൊക്കെ കെട്ടിയിട്ട് വലിയ സംഭവമാണ്. പുറത്തേക്ക് പോകുമ്പോൾ വേറെ തുണി കുപ്പായൊക്കെ ഇട്ടിട്ടാണ് പോകുക. അതും പറയുന്നുണ്ട്, ആളിനെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് കേട്ടോ നമുക്ക്. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോ അങ്ങോട്ട് യോജിച്ച കോലം ഇട്ടിട്ട് പോകാൻ നമുക്കറിയാലോ. അതിന്റെ ആൾക്കാർ കേട്ടില്ല ഞങ്ങൾ. ആ പറയുന്നതിൻ്റെ ബാക്കിലൊരു ചിറിൻ്റെ. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓരോ വേഷമിട്ടിട്ട് പോകാൻ ഞങ്ങൾക്കറിയാലോ. അതിൻ്റെ ആൾക്കാരാണോ ബലാണ് അതിൻ്റെ ആൾക്കാരെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ആ വാക്കിൻ്റെ ഉള്ളിലൊരു ചിരിയുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഈ ഔലിയാക്കന്മാരെ പരിഹസിക്കലാണ്. ഓനാണ് ആ ഫാൻറ്റും കുപ്പായിട്ട് കണ്ടായിരിക്കണത്. ആ ഫാൻറ്റും കുപ്പായിട്ട് കണ്ടിരിക്കണത് കണ്ടില്ല നിങ്ങൾ. നാട്ടിൽ ഓരോ സ്ഥലത്തേക്ക് എന്നാൽ അവിടുത്തെ തുണിയും കുപ്പായിടാൻ ഞങ്ങൾക്ക് അറിയാലോ. അതിന് ഇവരാരും പറഞ്ഞിട്ടുണ്ടാണ്. സാധാരണ ഓരോ നാട്ടിലേക്ക് ചെന്നാൽ തുണിയും കുപ്പായം മാറ്റലല്ല, ഭാഷ മാറ്റലാണ്. ഉദാഹരണത്തിന് നമ്മൾ കേരളക്കാരാണ്, നമ്മൾ മലയാളികളാണ്. നമ്മൾ ഇവിടുന്ന് അമേരിക്കയിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ആൾക്കാരോട് നമ്മൾ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ സംസാരിക്കണം. അവിടെ ചെന്നിട്ട് വേഷമല്ല മാറ്റേണ്ടത്, ഭാഷയെ മാറ്റേണ്ടത്. വേഷവും ഭാഷയും വ്യത്യാസമുണ്ട്. അത് ഈ കോന്തനെ അറിയില്ല. വേഷവും ഭാഷയും വ്യത്യാസമുണ്ട്. അവിടെ ചെന്ന് അമേരിക്കയിൽ ചെന്നിട്ട് വേഷം മാറ്റാൻ നിന്ന് എങ്ങനെ ഉണ്ടാവും? ഒരു സാധാരണ അവരുടെ വേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ, ചെറിയ ഒരു അവരെ ആ ചന്തി മറിയുന്ന രൂപത്തിലുള്ള വസ്ത്രമേ അവരിടുള്ളൂ. പെണ്ണാണിച്ചാൽ ഓളുടെ സ്വതീയം മുഴുവൻ പുറത്തേക്കാരം, ആ രൂപത്തിലുള്ള വസ്ത്രേക്കാരം. ആണാണിച്ചാൽ ഇടുന്ന വസ്ത്രം ട്രൗസർ മാത്രം ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വേഷമാണോ മാറ്റേണ്ടത്? മൊയന്തേ കോമാട, വേഷമാണോ മാറ്റേണ്ടത്? വേഷമല്ലടോ മാറ്റേണ്ടത്. സുൽത്താനുൽ ഉലമ കാട്ടുന്ന മരിയമ്മ കാട്ടേണ്ടത് ഭാഷയെ മാറ്റേണ്ടത്. കണ്ടില്ലേ? കാന്തപുരം AP ഉസ്താദ് അവറുകൾ, സുൽത്താനുൽ ഉലമ, മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഏക മുരീദായ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔലിയായ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ പോകുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ? ഇവിടെ വന്നാലും ആ വലിയ നീളം കുപ്പായം, ഇവിടെ വന്നാൽ മലയാളം. അമേരിക്കയിൽ ചെന്നാൽ അവിടെ ചെന്നാലോ ആ നീളം കുപ്പായം തലീക്കെട്ടും തന്നെ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഭാഷ ഇംഗ്ലീഷ് സംസാരിക്കും. അങ്ങനെ ദുബായിക്ക് വന്നാൽ അവിടെ അറബി സംസാരിക്കും. പിന്നെ മൊറോക്കോ ചെന്നാൽ അവിടുത്തെ മൊറോക്കോ ഭാഷയിൽ സംസാരിക്കും. കാശ്മീർ ചെന്നാൽ അവിടുത്തെ ഭാഷയിൽ സംസാരിക്കും. അതുപോലെ ബാംഗ്ലൂരിൽ ചെന്നാൽ അവിടുത്തെ ഭാഷയിൽ സംസാരിക്കും. അതുപോലെ തമിഴ്നാട്ടിൽ ചെന്നാൽ അവിടുത്തെ ഭാഷയിൽ സംസാരിക്കും. ഓരോ വേറെ ഏത് രാജ്യങ്ങളിലേക്കാണെങ്കിലും ഇത്തോപ്യയിൽ ചെന്നാൽ അവിടുത്തെ ഭാഷയിൽ സംസാരിക്കും. അതുപോലെ ശ്രീലങ്കയിലാണ് വെച്ചാൽ അവിടുത്തെ ഭാഷയിൽ സംസാരിക്കും. ഏത് രാജ്യത്തേക്ക് സുൽത്താനുലമ ചെന്നാലും അവിടുത്തെ ഭാഷയാണ് മാറ്റാറുള്ളത്. സംസാരിക്കുന്ന ഭാഷ അങ്ങോട്ട് മാറ്റും, അവിടുത്തെ ഭാഷ എടുക്കും.
ആ സമയത്ത് അവിടുത്തെ വേഷം മാറ്റൽ സാധാരണ പതിവില്ല. അതാണ് സുൽത്താനുൽ ഉലമ, അതാണ് കാന്തപുരം ഉസ്താദ്. വേഷം മാറ്റൂല, ഭാഷ മാറ്റും. ഈ കോമാട്ട് ചാടിൽ അബ്ദുള്ള എന്താ കാട്ടുന്നത്? ഭാഷ മാറ്റാൻ അറിയില്ല. കാരണം ഇവിടുത്തെ മലയാളമല്ലേ അറിയുള്ളൂ, ഭാഷ മാറ്റാൻ അറിയില്ല. അപ്പം മൂപ്പര് നേരെ മറിച്ചെന്ത്, ഭാഷ മാറ്റണതിന് പകരം വേഷം മാറ്റുക. എന്നിട്ട് വേഷം മാറ്റിയിട്ടാണ് പോണത്. ഇവിടുന്ന് എന്ത് ചെയ്യുക? ഇവിടെ വരുമ്പോൾ ഈ പിന്നെ നൗഷാദിനെയും കോളാമ്പിനെയും കുഞ്ഞേമീനെയും ചാക്കിലാക്കാൻ വേണ്ടിക്കൊണ്ട് ഓരിങ്ങനെ വയറിറങ്ങി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അരാക്കിൻ്റെ നീളം കുപ്പായവും 11 മീറ്റർ നീളമല്ല തലീക്കെട്ടും കെട്ടിയാണ്ട് പിന്നെ അരാക്കിൻ്റെ ഒരു പുതപ്പും തോളിലിട്ട് ഇങ്ങനെ സ്റ്റേജിൽ ഒരു തസ്ബീഹമാല കയ്യിലിട്ടിട്ട് ഇങ്ങനെ വളഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്ന് അല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ച. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടുത്തെ വേഷമായി. ഇനിയോ അമേരിക്കയിൽ ചെന്നാലോ അവിടെ ടൗസർ ഇട്ട് നടക്കുക, വേഷം മാറ്റുകയാണ്. അവിടുത്തെ വേഷം മാറ്റി നടക്കാൻ ഞങ്ങൾക്ക് അറിയുന്ന ആളാണ് പറഞ്ഞത്. അവിടെ ചെന്നാൽ ടൗസർ ഇടുക. ഇനിയോ ഇന്ത്യനേഷ്യയിൽ ചെന്നാൽ പിന്നെ ഞാൻ തുണി കുപ്പായം തന്നെ വേണ്ടി വരില്ല. അങ്ങനെയാണ് ഓരോ രാജ്യത്തേക്കനുസരിച്ച് വേഷം മാറ്റാനും അവൻ അറിയുന്നതാണല്ലോ പറഞ്ഞത്. അപ്പോൾ കോമാടാ കുരുവട്ടൂരികളെ, ഞങ്ങളുടെ സുൽത്താനുൽ ഉലമ അങ്ങനല്ല, ഞങ്ങളുടെ നേതാക്കന്മാർ അങ്ങനല്ല, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയല്ല. ഒക്കെ വേഷം ഒന്ന്, ഭാഷ മാറ്റുക. ഓരോ നാട്ടിലെത്തുമ്പോഴും ഭാഷ മാറ്റുക, വേഷം ഒന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ പണ്ഡിതന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. കുരുവട്ടൂരികൾ പഠിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതും ഓരോ നാട്ടിലേക്ക് ചെന്നാൽ അവിടുത്തെ വേഷം മാറുക, ഭാഷ അവർക്ക് മാറ്റാൻ അറിയില്ല. ഈ കോലത്തിലൊക്കെ പോയാൽ എന്താ ചെയ്യുക?